മാഫിയ സംഘത്തിലെ കണ്ണികൾ പിടിയിൽ. സൈബർ ആക്രമണം നടത്തുന്ന സംഘം വീണ്ടും സൈബർ തട്ടിപ്പ് നടത്തുന്നവരിലേറെ തട്ടിപ്പ് ബിസിനസ്സുകാരായ രണ്ടുപേരിൽ നിന്നായി ഹായ്, കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പുതിയ മുഖങ്ങളും പഴയ മുഖങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് റൂം നമ്പർ 404 അല്ലേ, നമ്മുടെ സൈബർ സെക്യൂരിറ്റി പോഡ്കാസ്റ്റ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഹ്യൂമറിലൂടെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു കോമഡിയിലൂടെ നമുക്ക് സൈബർ സെക്യൂരിറ്റി ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു മോട്ടോ പോലെ തന്നെ വേർ ഹ്യൂമർ മീറ്റ് സെക്യൂരിറ്റി, ആ ഒരു മോട്ടോ തന്നെ ഉണ്ട് അല്ലേ. ആ ഒരു ഹ്യൂമറിലൂടെ നമ്മൾ സൈബർ സെക്യൂരിറ്റി ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കുന്നു. സോ നമ്മളിവിടെ നോർമലി നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ എങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. സോ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് വിഷ്ണു, ഫ്രീലാൻസ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഷമ്മാസ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ നിഷാൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ആൻഡ് ദ ഫൈനൽ വൺ ആഷിഖ്, ഞാനും ഇതേപോലെ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഉള്ളതാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി മിത്ത് ആൻഡ് ഫാക്ട്സ്. നമുക്ക് ഒരുപാട് പേര് ഈ എന്താ പറയുക, ഒരുപാട് ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ എന്താണ് വലിയൊരു ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത്, ജനറൽ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബട്ട് അധികം ടെക്നിക്കൽ പരമായിട്ട് നമ്മൾ പോകുന്നില്ല, ഫൺ എന്നുള്ള രീതിയിൽ അല്ലേ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾ ഹാക്കർ ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ? സോ ആക്ച്വലി നമ്മുടെ ഈ 404 എന്ന് പറയുന്ന ഇതിന്റെ ബാക്കിൽ പോഡ്കാസ്റ്റിന്റെ നെയിമിൽ റൂം നമ്പർ സോ അതിന്റെ പേരിലൊരു മിത്ത് ഉണ്ട്. ആക്ച്വലി 1990s ഈ വെബ് കണ്ടെത്തുന്നത്. ഓക്കെ, സോ HTTPS കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന സമയത്ത് ടിം ബാനേഴ്സ്ലി ആൻഡ് കൊളീഗ്സ് ആണ് ഇത് കണ്ടെത്തുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ അവർ സേണിൽ, അതായത് യൂറോപ്പിൻ്റെ ഒരു ന്യൂക്ലിയർ റിസർച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ അവർ സെർവേഴ്സും കാര്യങ്ങളൊക്കെ കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റൂമാണ് 404 എന്നുള്ളതാണ് ആ ഒരു മിത്ത്. പക്ഷേ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അത് അവരോട് ചോദിച്ചപ്പോൾ അവരും ലൈക്ക് ടിം ബാനേഴ്സും പിന്നെ അവരുടെ കൊളീഗും എന്ത് ചെയ്തിട്ടുണ്ട്, അത് നിരസിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വേറൊരു മിത്താണെന്നുള്ള, അതായത് നമ്മുടെ പേരിന്റെ, നമ്മുടെ ഒരു പോഡ്കാസ്റ്റിന്റെ പേരില്ലേ റൂം നമ്പർ 404 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു വെബ്സൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കാണിക്കും 404. അവിടെ ഒരു ഫയൽ ഇല്ലെങ്കിൽ ആ ഒരു ഇല്ലെങ്കിൽ നമുക്ക് അവിടെ 404 വരും. ഓക്കെ, നമ്മളെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒന്നും ചിന്തിച്ചല്ല നമ്മുടെ പോഡ്കാസ്റ്റിന് പേര് കിട്ടുള്ളത്. ജസ്റ്റ് ഞാനും ഷമ്മാസും എടാ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാം, എന്താ പേരിടണം. കുറെ പേര് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു, പക്ഷേ 404 ഹാക്കേഴ്സ് ആണെങ്കിലും ഡെവലപ്പേഴ്സ് ആണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ എന്താണ് കേട്ടിട്ടുള്ള ഒരു പേരാവും 404 നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്. ഈവൻ ഹാക്കേഴ്സ് അല്ല ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ആണെങ്കിലും ഒരു സൈറ്റിൽ കയറിയാൽ കിട്ടുന്ന ഒരു എറർ ആയിരിക്കും എന്ത് 404 എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ സൈബർ സെക്യൂരിറ്റി നമ്മുടെ പോഡ്കാസ്റ്റിന്റെ മിത്ത് നമ്മൾ പറഞ്ഞു, ഐ മീൻ ആ നെയിമിന്റെ മിത്തിൽ. നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി മിത്സ് ആൻഡ് ഫാക്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സാഷിക്ക് ഇപ്പോൾ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. മീൻസ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ടെലിഗ്രാമിൽ എന്തോ ഹാക്കായി അവൻ്റെ എന്തോ മെസ്സേജ് കിട്ടുന്നില്ല, ടെലിഗ്രാം നോക്കാൻ പറ്റുന്നില്ല. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ അവന് എന്തോ മൂവീസ് എന്തോ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വഴി കയറിയപ്പോൾ മേ ബി ഫിഷിംഗ് അറ്റാക്സ് എന്തെങ്കിലും ആവാം. മീൻസ് അത് കയറിയത് മൂവി ലിങ്കിലാണ്. മീൻസ് പക്ഷെ അതിൽ കയറിപ്പോയത് എന്താ 18+ കണ്ടന്റ്സ് ആണ്. പക്ഷെ അപ്പൊ എന്താക്കി അവര് പറയുന്നത് ഇത് സെൻസിറ്റീവ് കണ്ടന്റ് ആണ്. സോ നമ്മൾ വേറൊരു ടെലിഗ്രാമിൽ നമ്മൾ എന്താക്കണം, നമ്മൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നടന്നിട്ടുണ്ടോ എന്താന്ന് വെച്ചാൽ ഫിഷിംഗ് ലിങ്ക് ആണ്. ഓക്കെ, ഫിഷിംഗ് ആണ്. രാവിലെ കയറുമ്പോൾ മൂവി ഡൗൺലോഡ് ചെയ്യാനുള്ള സെൻസിറ്റീവ് കണ്ടന്റ് ആണ്. സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ വേറെ ഇതിലും ഓപ്പൺ ആക്കും. നോർമലായിട്ട് ടെലിഗ്രാമിൽ ഓപ്പൺ ആക്കണ്ടെന്നുള്ള മൈൻഡിൽ എന്ത് ചെയ്യും, വേറെ സൈറ്റ് കയറിയിട്ട് ഓപ്പൺ ആക്കുകയും ചെയ്യും. വിഷ്ണു പറഞ്ഞത് ഇപ്പൊ നമ്മള് എന്റെ അനുഭവം ഞാൻ പറഞ്ഞു, നമ്മളൊരു മൂവി ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ പറയും ഈ മൂവി ഈ ചാനലില്ല, വേറെ ചാനൽ, ആ ചാനലിൽ ജോയിൻ ചെയ്ത് പിന്നെ നമ്മൾ വൈകുന്നേരം അവിടെ പോയി നോക്കുമ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടോ. എല്ലായിടത്തും അങ്ങനെ നടക്കുന്ന എല്ലാ വെബ്സൈറ്റിലും മൂവി ഡൗൺലോഡ് ചെയ്യണമെങ്കിലും കൂടിയിട്ട് ബോട്ട്സിനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ ബോട്ട് വർക്ക് ചെയ്യുള്ളൂ. ടെലിഗ്രാമിൽ വേറെയും കുറെ ഉണ്ട്. ഇപ്പൊ ഒരു സർവേ ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പോൾ റിവ്യൂ കൊടുത്താലോ ഒരു ഗൂഗിൾ മാപ്പിലൊക്കെ പൈസ തരുമെന്ന് അറിയും. ഫസ്റ്റ് 2-3 പ്രാവശ്യം ഒരു പൈസ തരും, പിന്നെ ചോദിക്കുക നമ്മൾ അങ്ങോട്ട്
Yeah. നമ്മൾ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ കിട്ടും. പാർട്ട് ടൈം ജോബ് ആണ്. Part time job ആണ്. ഇത്ര മതി. Review മാത്രം ഒരു ഇട്ടാൽ ഡേയ്സിൽ മതി. നിങ്ങൾക്ക് ഇത്രയും ജനറേറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് കുറെ HRs കോണ്ടാക്ട് ചെയ്യുന്നു. അതിൽ എനിക്ക് ആക്ച്വലി എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ട്. യെസ്, ഞാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ട്രൂത്ത്. ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഓക്കെ, പക്ഷെ അതില് നമ്മളെ മീൻസ് നമ്മളെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നില്ല മെയിൻ അവരെ മോട്ടീവ് എന്ന് അതെ, വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവർ ഫ്രീ ആയിട്ട് പൈസ തരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. യെസ്, അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഫ്രോഡ് മണിയാണ്. ആ പൈസയാണ് അവര് നമുക്ക് തരുന്നത്. അല്ലാതെ ഇപ്പൊ വെറുതെ ഒരാൾക്ക് വന്നിട്ട് 250 രൂപ 150 രൂപ വെറുതെ തരേണ്ട ആവശ്യം. അതായത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഫസ്റ്റത്തെ ഒരു 3 ടാസ്കിന് അവരെന്ത് ചെയ്യും, എമൗണ്ട് തരും. ഒരു 300 റുപ്പീസ് അല്ലെങ്കിൽ 50 റുപ്പീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു പോളിസി വെച്ചിട്ട് അവർ തന്നിട്ട് നെക്സ്റ്റ് 4ാമത്തെ ടാസ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്ര ഇനീഷ്യൽ എമൗണ്ട് അവർ നമ്മളോട് ചോദിക്കും. ഓക്കെ, ആ ഒരു എമൗണ്ട് ചോദിച്ചിട്ട് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അവർ 300 തന്നെന്നുണ്ടെങ്കിൽ അവർ അടുത്ത് ചോദിക്കുന്നത് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ. നമ്മളത് അങ്ങോട്ട് കൊടുക്കുന്നു. ഇത്രയും എമൗണ്ട് തന്നുകൊണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ആൾ, ഒരു കോമൺ മാൻ എന്ത് വിചാരിക്കും? ആ ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് കൊടുക്കും. ടൈപ്പ് ഓഫ് ഫിഷിംഗ് ആണ്. അതെ, പക്ഷെ ഇവിടെ നോക്കണേ ഷമ്മാസിന് ഇത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പെട്ടതല്ല, അതാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് അറൗണ്ട് ഒരു 300 per person. ഞാൻ അങ്ങനെ അഭിമാനത്തോടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതെന്താന്ന് വെച്ചാൽ ഒരു ഫ്രോഡ് മണി ആണ്. അതെ, കാരണം നിന്റെ അക്കൗണ്ടിലോട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോ എന്താണ് ഫ്രോഡ് മണി ആയതുകൊണ്ട് തന്നെ അവിടെ ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിന്റെ അക്കൗണ്ട് ഫ്രീസ് ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് വെറുതെ പൈസ കിട്ടിയല്ലേ, അവിടെ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും അല്ലെ. ഇപ്പൊ ഞാൻ ചെയ്യും, പക്ഷെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല അല്ലെ. ഈ ഫ്രോഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി, ഓർമ്മ വന്നത്. മീൻസ് ഒരു ATM ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു എന്നോട്, കോഴിക്കോട്. അതെ, കോഴിക്കോട് എന്റെ ഫ്രണ്ട് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ATM മീൻസ് അവൻ ക്യാഷ് എടുക്കാൻ പോയതാ. പക്ഷെ അപ്പം തന്നെ ഒരുത്തൻ വന്നിട്ട് പെട്ടെന്ന് ആവശ്യമുണ്ട്, എനിക്ക് ട്രെയിൻ ഉണ്ട് ഇങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താക്കി പൈസ തരുമോ, ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫേക്ക് പേടിഎമ്മിന്റെ റെസീപ്റ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ജനറേറ്റ് ചെയ്തെന്താക്കി ഇവർ കഴിച്ചു കൊടുത്ത്. അപ്പൊ ഇവര് വിചാരിച്ചെന്താക്കി എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, സെർവറിന്റെ ഇഷ്യൂ ആയിരിക്കും, പൈസ വന്നിട്ടില്ല. പക്ഷെ എന്താക്കി പൈസ അവര് കൊടുക്കുകയും ചെയ്ത്, പക്ഷെ ഇവനെന്താക്കി പൈസ വന്നിട്ടില്ല. പറ്റി ചെന്നിട്ട് എന്താ എന്നെ എങ്ങനെ വിളിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാന്, പൈസ പോയി എന്നും ചെയ്യല്ല. മീൻസ് ഐ തിങ്ക് അറൌണ്ട് 2,000 or 3,000. അത് നോർമൽ പീപ്പിൾസ് ആണെങ്കിൽ അങ്ങനെ പറ്റിക്കപ്പെടാം. കാരണം അവര് നോക്കുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും, അവൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ പേരുണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാല് മീൻസ് നമ്മളെ UPI ഉണ്ടല്ലോ, അത് അവൻ എങ്ങനോ കണ്ട് അത് വെച്ചിട്ടാണ് അവൻ ചെയ്തത്. മീൻസ് നമ്പറും UPI കറക്റ്റ് അല്ല, അത് ഇവര് കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തു, അതന്നെ UPI നമ്പറും കൊടുത്തു, അതാണ് കറക്റ്റ് വെച്ചിട്ട് സ്ക്രീൻഷോട്ടും അയച്ചത് അവൻ ഇങ്ങനെ ചെയ്തതാണെന്ന്. അതിപ്പോൾ ചില കടയിൽ പോയിട്ട് ചിലർ പേയ്മെന്റ് എടുത്തിട്ട് പഴയ സ്ക്രീൻഷോട്ട് സെയിം കടയിൽ തന്നെ പോയിട്ട് പഴയ സ്ക്രീൻഷോട്ട് കാണിച്ചു QR കോഡ് ഒട്ടിച്ച് വെക്കുന്നത്. മൂവിയിലുണ്ട് QR ഒട്ടിച്ച്. അതൊന്നും ഇപ്പൊ നമ്മുടെ പേടിഎമ്മിന്റെ തന്നെ അതൊന്നും അത്ര ഇതായിട്ട് വരുന്നില്ല. പക്ഷെ അവിടെയും നമുക്ക് എന്താണ് ചില ഒരു എന്താ പറയാ ഒരു വൾണറബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വീക്ക്നെസ് അവിടെ ഉണ്ട്. അതായത് സൗണ്ട് ബോക്സിൽ ഇംഗ്ലീഷിൽ ഇതാവും. ഇപ്പോ 16 രൂപ അല്ലെങ്കിൽ 16 റുപ്പീസ് മലയാളത്തിലാണെങ്കിൽ കുടുങ്ങി 16 രൂപ കിട്ടി. മമ്മൂട്ടി വരും. പിന്നെ നമുക്ക് വരുന്നത് എയുടെ കുറെ ഇഷ്യൂസ് ആണ്. സ്കാംസ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. കാരണം എവിടെ നോക്കിയാലും ഇപ്പൊ റീസെന്റ് എന്റെ സ്കാംസ് എന്ന് പറഞ്ഞാൽ ഗിബ്ലി എഫക്ട് സംതിങ് ഈ ഒരു എന്താ പറയാ കുറച്ച് ട്രെൻഡ് ആയിട്ട് ഈ ടൈമില് ട്രെൻഡ് ആയിരുന്ന ഒരു സാധനം. അതായത് ഇവരെന്ത് ചെയ്യും, ഇപ്പൊ നമ്മള് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, നേരെ കൊണ്ടുപോയി ChatGPT ഇടും. ChatGPT ആക്ച്വലി ഒരു ഡാറ്റ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ChatGPT അടുത്ത് ചോദിക്കാണ് എനിക്കൊരു ആധാർ കാർഡിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാണ്. കറക്റ്റ് ആധാർ കാർഡ് പോലെ തരും. അവിടെ ഡീറ്റെയിൽസ് തരും, ആളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, വീട്ട് അഡ്രസ് വരെ തരും, ഹോം അഡ്രസ് വരെ നമുക്ക് തരും. ഡമ്മി ആണോ അതോ ഡമ്മി? അത് ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ പറയാൻ പറ്റില്ല. മീൻസ് പറയാൻ പറ്റില്ല. UID നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു UID തരുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് തരുന്നുണ്ട്, ആളുടെ നെയിം തരുന്നുണ്ട്. ഒറിജിനൽ ആവണമെന്നില്ല, പക്ഷേ അത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഫോം, അതായത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്നത്. നമ്മളൊരു നായനെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നായ എന്താന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അതെ അല്ലേ, ആ ഒരു രീതിയിലാണ് അത് വരുന്നത്. ആദ്യം ഒരു ട്രെയിനിങ്ങിനുള്ള ഡാറ്റ കൊടുത്തതിന് ശേഷമാണ്, ഐ മീൻ ആധാറിന്റെ ഡാറ്റയോ പാസ്പോർട്ട് ആണെങ്കിലും എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് ട്രെയിൻ ചെയ്തിട്ടാണ് നമുക്ക് സാമ്പിൾസ് കിട്ടുന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് വേറെ സെഷൻ പോവാ.
സൈബർ സെക്യൂരിറ്റി എന്നുണ്ട്. ഇനി അടുത്തതിൽ ഭയങ്കര സ്കേറി ആയിട്ട് വരുന്നുണ്ടെന്നാണ് മീൻസ് ഓരോന്നോരോന്ന് ഇതിലോട്ടല്ല ഇപ്പം തന്നെ കുറെ കമ്പനീസിനെ കുറെ ആൾക്കാർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. IBM ഏകദേശം ലേറ്റസ്റ്റ് ന്യൂസാ, എത്രയോ എംപ്ലോയീസിനെ പിരിച്ചു വിട്ടെന്നും പറഞ്ഞിട്ട് HR കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനെ പിരിച്ചു വിട്ടെന്നും പറഞ്ഞിട്ട് AI ടേക്ക് ഓവർ ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു ഈ അടുത്ത്. അതേപോലെ തന്നെ നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഗെയിമറിന്റെ വൈഫിന്റെ ഇതേപോലെ AI യൂസ് ചെയ്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ന്യൂഡിറ്റി ഗെയിമറുടെ പേരും പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് അത്രയും പബ്ലിക്കിൽ അത് സ്പ്രെഡ് ആയിരുന്നു. എന്നിട്ട് ആ ഗെയിമർ തന്നെ അത് റിവീൽ ചെയ്തിട്ട് അവനെ പിടിച്ചു. അങ്ങനെ ഒരു അതല്ലേ എനിക്ക് അറിയില്ല. കേട്ടിരുന്നത്. പിന്നെ ഓൾസോ ആ ATM ഇഷ്യൂ പറഞ്ഞ സമയത്ത് എനിക്കൊരു ഇൻസിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു തോട്ട് പോയതാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ATM കൗണ്ടേഴ്സിലൊക്കെ കയറിയാൽ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ നമുക്ക് എന്തുണ്ടാവും, കളഞ്ഞു പോയിട്ടുള്ള പഴയ ആൾക്കാരുടെ കാർഡ് ഉണ്ടാവും, പഴയ കാർഡ്സ് ഒന്നെങ്കിൽ കൗണ്ടറിൻ്റെ മേലെ വെച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ അവിടെ പിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ പ്ലേസ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കതിൽ കിട്ടുക ചില ATM കാർഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ആളുടെ നെയിം ഉണ്ടാവും, ഓണറിൻ്റെ നെയിം ഉണ്ടാവും, അതിൽ കാർഡ് നമ്പറും ഉണ്ടാവും, കാർഡിൻ്റെ എൻഡ് ടൈമും വാലിഡിറ്റിയും കാണിക്കും, CVV അതും കാണിക്കും. ഓക്കെ, സോ നമുക്ക് ആ ആളിനെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ആ ആളിനെ കണ്ടെത്തി. കുറച്ച് ടാസ്ക്കാണ്, എന്തായാലും ടാസ്ക്കാണ്. ഓക്കെ, നമ്മൾ ഒരു ബാങ്ക് പോയിട്ട് കയറി ചെന്നാണ്ട് ഈ ആളുടെ നമ്പർ തരണമെന്നൊന്നും പറഞ്ഞാൽ സാധനം കിട്ടൂല. സപ്പോസ് നമുക്ക് ആ ഒരു നമ്പർ കിട്ടിയെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ വിഷ്ണുവിടെ ഒരു ATM കാർഡ് മിസ്സായി, ഞാനത് വിഷ്ണുവിൻ്റെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്താണ് ആ ഒരു ATM കാർഡ് ഞാനിങ്ങനെ വിളിക്കുകയാണ് നമ്പർ കിട്ടിയതിന് ശേഷം, നിങ്ങളുടെ കാർഡ് ഇപ്പോൾ വിഷ്ണു ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ, പക്ഷെ ഒരു കോമൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഞാൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഒരു OTP വേണം എന്ന്, ഇങ്ങനെ കാർഡ് മിസ്സായിട്ടില്ലേ, ബ്ലോക്കായോ, പുതിയ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ മേ ബി ആ ഒരാൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു കോമൺ മാൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, ആ ഒരു OTP ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലെന്നും പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എന്താണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു OTP അവിടെ ജനറേറ്റ് ആയി കിട്ടുകയാണ്. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും, എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു സ്കാം ആണെങ്കിൽ ഈസിലി ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആ കറക്റ്റ് പേഴ്സണിൻ്റെ നമ്പർ എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. കുറച്ച് വിവരം വേണം. അതെ 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 അതെ, ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ കഴിവുള്ളതിനല്ലേ പറ്റുള്ളൂ. അത് ന്യായം. പക്ഷെ അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നും കൂടി പറയണല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നതല്ലേ, പെട്ടെന്ന് പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ATM കാർഡ് കളഞ്ഞു പോയാൽ ബാങ്കിന്റെ വിളിച്ച് പറയാ, ബാങ്കിന് കളഞ്ഞു പോയിട്ട് അതിന് സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്യാം. സൈറ്റ് ഉണ്ട്. ഇപ്പൊ SBIന്റെ ആണെന്നുണ്ടെങ്കിൽ SBIന്റെ ആ സൈറ്റ് കയറിയിട്ട് അക്കൗണ്ട് നമ്പറും കാർഡ് നമ്പറും അറിയാന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ കൊടുക്കുക, അതപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ATM ഫ്രോഡ്, ആക്ച്വലി ATM ഫ്രോഡ് അല്ല, അത് ലൈക്ക് ഒരുപാട് ചങ്ങലകൾ കൂടി വരുന്ന ഒരു അതാണ് ബിറ്റ്കോയിൻ, ലൈക്ക് വലിയ ബ്ലാക്ക് ആക്കുന്ന പരിപാടി അതുണ്ട്. അത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിനൊക്കെയാണ് മെയിൻലി വരുന്നത്. സ്റ്റുഡൻസിനെ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവർക്ക് ഓരോ ഏജൻസ് ഉണ്ടാവും. ഈ ഏജൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ വിഷ്ണു ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ വിഷ്ണുവിന്റെ അടുത്ത് പോകും, ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട്, മോന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു തന്നാൽ മതി, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എടുത്തു തന്നാൽ മതി, ഇത്ര ജസ്റ്റ് കുറച്ച് പൈസ വരും, ആ പൈസ ഒന്ന് വേറെ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി, അതിന്റെ 10% കമ്മീഷൻ തരാം. മേ ബി 10 ലക്ഷം റുപ്യ വരിക, 10 ലക്ഷത്തിന്റെ 10% വരുമ്പോൾ 1 ലക്ഷം റുപ്യായി. വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്താൽ 1 ലക്ഷം റുപ്യ കിട്ടുമോ വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവരെ ചിന്തിക്കുക ചിന്തിക്കില്ല. നമ്മളാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കിപ്പോ അറിയാം, നമ്മൾ ഇതേപോലെ ഒരുപാടെണ്ണം കാണുന്നതാ, നമുക്കറിയാം. അപ്പൊ അവരെന്താ ചിന്തിക്കാന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അവര് ചെയ്യും. പക്ഷെ ആക്ച്വലി ഇതെന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ വലിയ എമൗണ്ട് ഇതില്ലേ ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്കാംസും കാര്യങ്ങളൊക്കെ നടന്ന, ക്രിപ്റ്റോ അല്ല സ്കാംസും കാര്യങ്ങളൊക്കെ നടന്ന പൈസ ഉണ്ടാവില്ലേ, ആ പൈസ ഇവര് ബ്ലാക്ക് വൈറ്റ് ആക്കുന്നതാണ് പരിപാടി. പക്ഷെ ഈ സ്റ്റുഡൻസ് ഇത് അറിയുന്നില്ല. സ്റ്റുഡൻസിന് ചെറിയൊരു കമ്മീഷൻ പോകുന്നുണ്ട്. കമ്മീഷൻ കാണുമ്പോൾ ഇപ്പോ എക്സാമ്പിൾ എടുക്കുക, 25 ലക്ഷം റുപ്യ ഒന്ന് വിചാരിക്കുക, അതില് ഇത്ര പൈസ 5 ലക്ഷം റുപ്യ വെറുതെ കിട്ടും. ജസ്റ്റ് എന്താ ചെയ്താൽ മതി, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. നമ്മള് ഗൂഗിൾ പേയില് സാധാ ചായ കുടിച്ചാൽ പൈസ അയച്ചു കൊടുക്കൂലേ, അതേപോലെ അയച്ചു കൊടുത്താൽ മതി, വെറുതെ 5 ലക്ഷം റുപ്യ കിട്ടി. അവർക്ക് ഒരു പോക്കറ്റ് മണി അവർക്ക് സ്പെൻഡ് ചെയ്യാനും. പക്ഷെ പ്രശ്നം എന്നാ എവിടെ വരികയെന്ന് അറിയോ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പിടിച്ചാൽ
പൈസ പൈസ എവിടുന്നാണ് ഉണ്ടാക്കാൻ പറഞ്ഞവന്മാരെ എല്ലാം പിടിക്കുക, ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടിനെയാണ് ചേസ് ചെയ്ത് വരിക. ഇപ്പൊ സ്റ്റുഡന്റിന് ഇപ്പൊ ഞാൻ വിഷ്ണുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തുടായ്പും കാണിക്കുകയാണെങ്കിൽ എന്നെ അല്ല പിടിക്കുക, വിഷ്ണുവിനെ പിടിക്കുക. കാരണം എന്താ, വിഷ്ണുവിന്റെ പേരാണ് അവിടെ പേരിലാണെങ്കിൽ ഐഡന്റിറ്റി യെസ് അതന്നെയാണ് ആ ഒരു ഇത് യൂസ് ഒരു ഹാക്കർ ചെയ്യണം, വേറൊരാളുടെ ഐഡന്റിറ്റി എടുത്തിട്ട് പിന്നെ നമ്മള് ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോ എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എപ്പോഴും വരുന്ന കോമൺ ഒരു ഹാക്കറിന് കേട്ട എല്ലാവർക്കും ഫസ്റ്റ് ക്വസ്റ്റ്യനാ യെസ്, ഗേൾഫ്രണ്ടിന് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യും. നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയില്ലേ, ഞാൻ കോൾ ചെയ്ത സമയത്ത് പറഞ്ഞില്ലേ ഞാൻ, അതായത് ഞാൻ നാട്ടിലേക്ക് വിളിച്ചതാ, ജസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചതായിരുന്നു. അപ്പോൾ എന്താ മോനെ ഹാക്ക് ചെയ്ത് തരുമോ, ഞാൻ സ്പോട്ടിൽ തന്നെ പറഞ്ഞ് ഗേൾഫ്രണ്ടിന്റെ അക്കൗണ്ട് ഒന്നും നമ്മൾ ഹാക്ക് ചെയ്ത് കൊടുക്കില്ല, നമ്മളെ പരിപാടി അതല്ല, ഞാൻ പറഞ്ഞതാ. അല്ല നമുക്ക് ഇപ്പൊ എന്റെ ഇൻസ്റ്റയിലാണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗേൾഫ്രണ്ടിന്റെ ഇൻസ്റ്റ ഹാക്ക് ചെയ്ത് തരുമോ, ബോയ് ഫ്രണ്ടിന്റെ ഹാക്ക് ചെയ്ത് തരുമോ. ഇവരെ വിചാരം പറഞ്ഞ ഹാക്കറിന് അറിയുമ്പോൾ ഇതാന്ന പോലെ വിചാരം. ഇവൻ വൈഫ് ആൻഡ് ഹസ്ബൻഡ് വരെ ഇതാക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വന്നൊരു കേസാണ്, ഓക്കെ ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് കുറെ മുമ്പ്, ഇപ്പോഴൊന്നുമല്ല കുറെ മുമ്പ് വന്ന കേസാണ്. പുള്ളിക്കാരി ഒരു ഗേളാണ് എനിക്ക് മെസ്സേജ് ഇൻസ്റ്റ വഴി. പുള്ളിക്കാരി നാട്ടിൽ സെറ്റിലാണ്, പക്ഷേ പുള്ളിക്കാരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ദുബായിലാണ്, 2 കുട്ടികൾ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് സംശയം ബോയ് ഫ്രണ്ട് അവിടെ അല്ലെങ്കിൽ എന്താണ് ഹസ്ബൻഡ് അവിടെ വേറെ റിലേഷനിലാണോ. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യണം, വാട്സപ്പ് ഹാക്ക് ചെയ്യണം, കോൾ ഹിസ്റ്ററി എടുക്കണം. അങ്ങനെയൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കുകയാണ്, നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. ഇവർക്ക് സിനിമയിൽ കാണുന്ന ഇതേ ഉള്ളൂ, സിനിമയിൽ 4 സ്ക്രീൻ വെച്ചിട്ട് മറ്റേ സ്വിഗ്ഗിയിൽ ഓർഡർ വെച്ചിട്ട് ഫ്ലോർ നമ്പർ അങ്ങനെ ഒരു ഇതുണ്ട്. ഏത് സിനിമയിലായിരുന്നു അത്? അഞ്ചാം പാതിരയില്. പക്ഷെ എനിക്ക് നമ്മുടെ ആ ഒരു ഇതുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പൊ റീസെന്റ് വന്ന മറ്റേ അയാം കാതല് ഒരു സാധനം നമ്മൾ എടുത്ത് പറയണം. കാരണം അയാം കാതൽ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അതിന്റെ ബാക്കിൽ ഒരു 2-3 എത്തിക്കൽ ഹാക്കേഴ്സ് ആൾക്കാര് അതില് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെയാണ് നടന്നത്. മിസ്റ്റേക്സ് ഉണ്ട്, ചെറിയ 1-2 മിസ്റ്റേക്സ് ഉണ്ട്. കാരണം സിനിമ ബാക്കി കമ്പയർ ചെയ്യും, ബാക്കി മൂവീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നുകൂടെ എടുത്തു നിൽക്കുന്നുണ്ട് ഫാർ ബെറ്റർ. കാരണം എന്താന്ന് വെച്ചാല് അതില് വൈഫൈ ഹാക്ക് ചെയ്യുന്ന സീൻ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പുറത്ത് പറയാൻ പറ്റാത്ത രീതി ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ലെങ്കിലും അതിൽ ചെറുതായിട്ടുണ്ട്. അതെ അതെ. ഈ വൈഫൈയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ ഹാക്കേഴ്സ് ആണ്, നമ്മൾ സ്വന്തം വൈഫൈ യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഇന്നലെ ഞാൻ യൂസ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. പാടില്ല. പക്ഷെ വേറൊന്നുണ്ട്, ഞാൻ നിൽക്കുന്ന റൂമില് ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ഫോണ് ഞാൻ യൂസ് ചെയ്യുന്ന വൈഫൈനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. യൂസ് ചെയ്താലാണ് അതിന്റെ പ്രശ്നം എന്നാണ് ഞാൻ കേട്ടത്. അതുകൂടി പറയാം, നമുക്ക് ഫണ്ണിന് വേണ്ടി പറയാണ്, നമ്മൾ ഡെയിലി ചെയ്തിട്ടില്ലല്ലോ. ആക്ച്വലി അങ്ങനെ ഒരു വേറൊരാളുടെ അനുവാദമില്ലാതെ അവര് വൈഫൈ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുമ്പോൾ 3 വർഷം തടവ് ഉണ്ട് IT ആക്ട് പ്രകാരം. IT ആക്ട് വരാൻ 3 വർഷം തടവ്. അതിപ്പോ എന്താണെന്ന് വെച്ചാലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ലീഗൽ ഇഷ്യൂസും കൂടി നമ്മൾ നോക്കണം, അതായത് ലീഗൽ തരം കൂടി നമ്മൾ നോക്കണം. ഇപ്പൊ നിശാല് വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു, അവൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വെക്കാവുള്ള മെസ്സേജൊക്കെ കാണാലോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തത് എന്താണ്, അവനെ പിടിച്ചോണ്ട് പോകും. ഷമാസിന് പിന്നെ ഗേൾഫ്രണ്ട് ഇല്ലാത്ത ഗേൾഫ്രണ്ട് പിന്നെ അതൊരു പറയുമ്പോ എല്ലാം അതെ അതെ അതെ. സോ വേറെ എന്തെങ്കിലും വേറെ മിത്തുണ്ട്, മീൻസ് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഇൻകോഗ്നിറ്റോ മോഡ് ഇടുക, അയാളെ വിചാരം അറിയില്ലാന്നാണ്. മീൻസ് എന്റെ പണ്ടത്തെ വിചാരം അതായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കാനാ വന്ന് പെട്ടിട്ടുണ്ടല്ലേ, അതായത് ആരും അറിയൂലാന്നാ എല്ലാരും വിചാരം. അത് ഇവിടെ പറയാം.
ഓക്കെ അല്ല നമ്മൾ സൈബർ സെക്യൂരിറ്റി ആയതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകണ്ട. ഇല്ല നമ്മളിപ്പോൾ IP കിട്ടൂല, IP ഒക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങി. IP എന്താണെന്നുള്ള അപ്പോൾ ആരും അറിയൂല, ഒന്നും ഉണ്ടാവില്ല, ഹിസ്റ്ററി ഉണ്ടാവില്ല. എൻ്റെ അല്ല ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ വിചാരം കിട്ടൂല, നമ്മൾ ആരും അറിയൂല, അതവിടെ സെർച്ച് ചെയ്ത് ഞാൻ സേഫാണ്, ട്രാക്ക് ചെയ്യാൻ പറ്റൂല, ആരും വരൂല. നോർമൽ എല്ലാവരും അത് തന്നെ. ഇപ്പോൾ എന്താ പറയാ, നമ്മള് ചിലവർ പറയും ലൈക്ക് ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആൻഡ്രോയിഡും iOS തമ്മിലുള്ള കമ്പാരിസൺ. iOS യൂസ് ചെയ്താൽ ഹാക്ക് ആവാൻ പറ്റില്ല അങ്ങനെയൊക്കെ. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആൻഡ്രോയിഡിൽ വൾനറബിലിറ്റി ഇറങ്ങുന്നത് എല്ലാവരും അറിയും പെട്ടെന്ന്. കാരണം യൂസേഴ്സ് കൂടുതലാണ്, പെട്ടെന്ന് എല്ലാവരും എന്താണ് അറിയും. പക്ഷേ ഐ മീൻ യൂസേഴ്സ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കോമൺ അറിയുന്നത്. ഓക്കെ, അതിന്റെ മിസ്റ്റേക്ക്. ഓക്കെ, സോ ഈ ഐഫോണിലോട്ട് ഇറങ്ങുമ്പോൾ അധികം ആരും അറിയില്ല. പക്ഷെ വൾനറബിലിറ്റീസ് വരുന്നുണ്ട്. സീറോ ഡേ ആണെങ്കിലും അതാണല്ലോ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവർ ഇടക്കിടക്ക് ഇടുന്നത്. പിന്നെ വേറെ ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ iOS 19-26 ഇയറിന്റെ ഇത് വരുന്നത്. അതായത് ഇനി നെക്സ്റ്റ് വരുന്നത് iOS 26 ആണ് വരുന്നത്. ഡയറക്റ്റ് ഇനി 26ലേക്ക് മീൻസ് ഇനിയിപ്പോ ഇയർ വൈസ് ആണ് അവരിങ്ങനെ അപ്ഡേറ്റ് കൊടുക്കുന്നത്. ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാ പിന്നെ എല്ലാരും വിചാരമുണ്ട് ഇപ്പം എന്റെ അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിൽ എനിക്കൊരു ഡാറ്റയും ഇല്ലെങ്കിൽ ഞാൻ ഹാക്ക് ചെയ്യപ്പെടൂല. അല്ല ഞാൻ കുറെ ആൾക്കാരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ പാക്കറ്റ് എനിക്ക് എന്താ കിട്ടുക എന്നുള്ളത്. സി അവിടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്താ പറയുക ക്രെഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ ലൈക്ക് ഫയൽസ് ഉണ്ട് എന്നുള്ളതല്ല ആക്ച്വലി. ഇപ്പോൾ നിൻ്റെ പേര്, നിൻ്റെ അഡ്രസ്സ്, നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, നിൻ്റെ കോൺടാക്ട് നമ്പർ, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതും ഒരു ഡാറ്റയാണ്. ഓക്കെ, അതിനും നല്ല വാല്യൂ ഉണ്ട്. നിൻ്റെ മറ്റേ സാധനം പറഞ്ഞു കൊടുക്കും, മറ്റേ കോവിഡ് വാക്സിൻ ആ ഒരു ടൈം ആ സാധനം നമ്മുടെ മറ്റേ കോവിഡിന്റെ ഒരു സാധനല്ലേ, ആ ഒരു ഇത് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഡാർക്ക് വെബിലൊക്കെ ഇതായിട്ട് നല്ല ഇത് വന്നതാണ്. അത് മാത്രമൊന്നല്ല, ഒരുപാട് ഡാറ്റ ബ്രീച്ചസ് നടക്കുന്നുണ്ട്. ഇപ്പോ ബോട്ടിന്റെ പ്രൊഡക്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്റെ ഡാറ്റ ലീക്ക് ആയതാ. ഡാറ്റ ബ്രീച്ച് ബോട്ടിന് ഉണ്ടായിരുന്നു. ലൈക്ക് എന്റെ മെയില് പോയതാ, എൻ്റെ മെയിലും ആ ഒരു ബ്രീച്ചിൽ പോയതാ. ഞാനും ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റേ റോക്കേഴ്സ് 450 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ എന്താ അവരുടെ ആ ഒരു ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ യൂസ് ചെയ്തത്, എൻ്റെ ഒരു മെയിലാണ് യൂസ് ചെയ്തത്. സോ ആ ഒരു ഡാറ്റ ബ്രീച്ചിൻ്റെ ടൈമിൽ എൻ്റെ മെയിലും അധികം ആരും അറിഞ്ഞില്ല ആ സംഭവം. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ അറിയാം. കോമൺ പീപ്പിൾസിന് ഇപ്പോഴും അതിനെ കുറിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ അത് അവരിപ്പോഴും അവെയർ ആയിട്ടില്ല, അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്, അറിയാമോ? പോൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിൽ പോയിട്ട് നിങ്ങൾ ഇമെയിൽ ആണെങ്കിലും ഫോൺ നമ്പർ ആണെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങളുടെ ഇമെയിലോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാറ്റ ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഞാൻ കൊടുത്താൽ എന്താണ്, എൻ്റെ 2-3 ഇതിൽ ഐ മീൻ എൻ്റെ പേഴ്സണൽ ഒരു ഇമെയിൽ ഉണ്ട്. ആ ഒരു ഇമെയിൽ എനിക്ക് തോന്നുന്നു ജെമിനിയുടെ ഒരു ഡാറ്റ ബ്രീച്ച് ഉണ്ടായിരുന്നു, അതിൽ ലീക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ ബോട്ടിന്റെ ഇതിൽ 2 പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാക്കേഴ്സിന്റെ ഒരു ഫോറം ഉണ്ട്, ബ്രീച്ച് ഫോറം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ അയാം കാതലിൽ ഒരു ഫോറം യൂസ് ചെയ്യുന്നതാണ്. ഡിസ്കോഡ് അല്ല, ലൈക്ക് ഒരു ഫോറം, നമുക്ക് ഈ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറം. അവിടെ നമുക്ക് എന്താണ് ഹാക്കിംഗ് റിലേറ്റഡ് റിസോഴ്സസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ ഒരു ഡാറ്റ ബ്രീച്ചിലും ബ്രീച്ച് ഫോറംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറംസിന്റെ ഡാറ്റ ബ്രീച്ചിൽ എന്റെ ഇമെയിൽ ലീക്ക് ആയിട്ടുണ്ട്. ഒരു ഹാക്കർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഞാനിവിടെ ഹാക്കഡാണ്, അല്ലെങ്കിൽ എന്റെ ഡാറ്റ അവിടെ ലീക്കഡാണ്. ആരും സേഫ് അല്ല. കോമൺ പീപ്പിൾസിന്റെ അവസ്ഥ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഈ കോമൺ പീപ്പിൾസിന് ഒരു വിചാരമുണ്ട്, മീൻസ് ഞാൻ എന്റെ കൈമിൽ ഒന്നുമില്ല, ഡാറ്റ കിട്ടില്ല. ലൈക്ക് നമ്മള് എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അതിന്റെ കമന്റിൽ കാണും ഹാക്കിംഗ് റിലേറ്റഡ് വീഡിയോ കാണുമ്പോൾ എന്നെ ഹാക്ക് ചെയ്തിട്ട് അവൻ എന്ത് കിട്ടാ, എന്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ല. പക്ഷെ എല്ലാ കാലം അക്കൗണ്ടിൽ പൈസ 5 പൈസ ഇല്ലെങ്കിൽ 2 ദിവസം 5-ാം തീയതി സാലറി. അത് മാത്രല്ല അവിടെ നോക്കാനുള്ളത്, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഡാറ്റയാണ് നമ്മുടെ വാല്യൂ ഉള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാക്സിൻ്റെ ടൈമിൽ അത്രയും ഒരു ഏകദേശം കേരളത്തിൽ എത്രത്തോളം ഒരു അല്ല നമുക്ക് കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറൗണ്ട് 3 crores എന്തോ ഇതില്ലേ പോപ്പുലേഷൻ ഉണ്ട്. എല്ലാവരും ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും ഒരാളുടെ ഡാറ്റ ഒരു ജെന്യൂൻ ഡാറ്റയാണ്. ഓക്കെ, ആ ഒരു ഡാറ്റയ്ക്ക് ഒരു രൂപ 2 രൂപ വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 3 കോടി ആൾക്കാരുടെ ഡാറ്റയ്ക്ക് അവിടെ കിട്ടുന്നത് 3 കോടി രൂപ. അത്രയും എമൗണ്ട് കിട്ടും എന്നല്ല പറയുന്നത്,
ഓക്കെ, അതായത് ഡാർക്ക് വെബിലൊക്കെ പോയാൽ നമ്മുടെ ഡാറ്റയ്ക്ക് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. ഒരു ഒറിജിനൽ ജീവിച്ചിരിക്കുന്ന പേഴ്സന്റെ ഡാറ്റ, അതെ, നമ്മുടെ ഐഡന്റിറ്റി വിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മറ്റേ ഇതൊക്കെ ഇല്ലേ, മാളിലൊക്കെ പോകുമ്പോൾ ഇത്ര ഓഫറിന് നമ്മുടെ പേരും നമ്പറും അല്ല, ലൈക്ക് ഇപ്പൊ എടുത്ത് മറ്റേ കേരളത്തിന്റെ പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രിന്റെ പിണറായി വിജയൻ സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു നെറ്റോ 2 മാസം റീചാർജോ അങ്ങനെ എന്തോ ഒരു സാധനം. ഈ അടുത്ത് ഒരു മിനിറ്റ്, ഞാൻ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് എന്ത്, ലുലുവിന്റെ 25ാമത്തെ വാർഷികം. എത്ര വർഷം വന്നിട്ടുണ്ട് 25ാമത്തെ വാർഷികം? അതായത് അത് 5 ഷെയർ ചെയ്യാൻ പറയും. ആ, എത്ര ഷെയർ ചെയ്താലും അത് കംപ്ലീറ്റ് ചെയ്യാൻ കണ്ടില്ല, കാരണം പല സ്ഥലത്തു നിന്നാ വരുന്നത്. ഫ്രീ റീചാർജ്, ഒരുപാട് പേര് പെടുന്നതാണ്. ഇപ്പൊ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് ഇതേപോലെ, എന്റെ ഒരു മേമ ഇതേപോലെ എനിക്ക് അയച്ചു തന്നു, എടാ ഫ്രീ റീചാർജ് കിട്ടും, നീ പോയി സർവേ ചെയ്യുന്നു എന്റെ അടുത്ത്. ഞാനൊരു 2 മിനിറ്റിന്റെ വോയിസ് അയച്ചു കൊടുത്തു, ആ ഇങ്ങനെയാണല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ആ നന്നായുള്ളൂ പറഞ്ഞു. ഇനി അവര് ചെയ്യില്ല, ചെയ്തു, ഇനി അവര് ചെയ്യില്ല. അതേപോലെ തന്നെ ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ നമ്മുടെ കോളേജിന്റെ പുറത്ത് വന്നിട്ട് ഒരുപാട് പേര് വന്നിട്ട് എന്താണ്, അന്ന് ഐഫോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവമാണ്, ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലുണ്ട്. അന്ന് നമുക്ക് റയറാ. അവരെന്ത് വന്നിട്ട് പറയും, ഇങ്ങനെ വന്നിട്ട് പറയും, ആ നിങ്ങൾ ജസ്റ്റ് കൂപ്പൺ നിങ്ങളുടെ നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ടാൽ മതി, നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഐഫോൺ കൊടുക്കും അല്ലേ. ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി അത് കിട്ടുമോ, ഇന്നവരെ കിട്ടിയ ഒരാളെ എനിക്ക് അറിഞ്ഞൂടാ. ചിലത് ജെന്യൂൻ ഉണ്ട്, ചിലത് ജെന്യൂൻ ഉണ്ട്. 100 ഒന്നോ രണ്ടോ ജെന്യൂൻ ഉണ്ടാവാം. പക്ഷെ അവിടെ നടക്കുന്നത്, ജെന്യൂൻ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. അല്ലാതെ നിന്റെ ഒക്കെ മറ്റേ നീയൊക്കെ പേര് എഴുതി കൊടുത്തത് അവിടുന്ന് വെറുതെ നിരക്കെടുത്ത് നിങ്ങൾക്ക് വെറുതെ ഐഫോൺ വരേണ്ട ആവശ്യം എന്താ? നമ്മൾ മാളിൽ ഇപ്പം നമ്മളൊരു കൂപ്പൺ എഴുതി കൊടുക്കുക, അപ്പോൾ ഓരോ യൂസ് കഴിഞ്ഞിട്ട് ഒരു വിൽക്കുക, അത് ഇത്ര പൈസക്ക് നമ്മുടെ ഡാറ്റ വിൽക്കുക. പിന്നെ ആ നമ്പർ വിചാരിച്ച് വേറെ ആൾ വിളിക്കുക. എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഇപ്പോ ഒരു കോവിഡിന്റെ ടൈമിലുണ്ടായിരുന്ന ഡാറ്റ ബ്രീച്ച് ഇതൊക്കെ തന്നെ. നമ്മളന്ന് വാക്സിൻ എടുത്ത എല്ലാവരെയും ഏകദേശം എല്ലാവരും ഡാറ്റ അവിടെ ബ്രീച്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന എന്താ, ഡിജിറ്റൽ അറസ്റ്റ്. അതിപ്പോ വിളിക്കുമ്പോ അതാ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഫോൺ വിളിക്കുകയാണെങ്കിൽ സൈബർ കുറ്റവാളികൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും അത് കേൾക്കുമ്പോ ഒരു ഇതാവും, എന്താ പണ്ടാൻ തീരുന്നില്ലല്ലോ, അർജന്റ് കോളാവും. ഞാൻ ഇടയ്ക്ക് ഷമ്മാസ് വിളിക്കും, ഇത് കഴിയണില്ലല്ലോ. മറ്റേ ഇപ്പൊ നമുക്കറിയാം മറ്റേ ഡയലിംഗ് പാഡിൽ എന്തെങ്കിലും അമർത്തി അത് മാറുന്നറിയാം. പക്ഷെ ആദ്യ ടൈമിൽ നമുക്ക് അറിയില്ല. പിന്നെ കൊറോണ ടൈമിൽ ഈ സെയിം ഉണ്ടായിരുന്നു, കൊറോണ വൈറസിനെ. ഞാൻ പിന്നെ ആദ്യം തന്നെ ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് വന്നപ്പോ തന്നെ കേറി നെക്കി നോക്കി. അപ്പൊ അത് വർക്കായിരുന്നു, ഞാൻ അങ്ങനെ രക്ഷപ്പെട്ട. പക്ഷെ ചില സമയത്ത് അത് നടക്കൂല. ചില സമയത്ത് അത് കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞിട്ട് ഡയലർ ട്യൂൺ വരെ ചില സമയത്ത് ഇത് ഫുള്ള് കംപ്ലീറ്റ് നമ്മളിരുന്ന് നിൽക്കുന്നുണ്ടാവും, പക്ഷെ ഇത് പോകുന്നില്ല. ലാസ്റ്റ് അവിടെ നിന്ന് കോൾ എടുക്കും. പറഞ്ഞ ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റിൽ എന്താ പറയുന്നത്, നമ്മള് ഇപ്പൊ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഒരുത്തൻ ഇതേപോലെ എന്താ പറയാ ഡിജിറ്റൽ അറസ്റ്റിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറെ ഊക്കി വിട്ടു. എന്തോ പേരുണ്ടാവുന്നു, ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാ ഇതേപോലെ ഒരാള് കോട്ടല്ല പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് വന്നിരുന്ന് പോലീസാണ്, നിങ്ങൾ മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ MDMA എത്ര പിടിച്ചിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്, ഇരുന്നോടത്തൊന്നും നീക്കാൻ പറ്റില്ല, 5 മണിക്കൂർ 6 മണിക്കൂർ അവിടെ ഇരിക്കണം. ആ ഒരു ടോക്ക് വരും. അപ്പൊ ആരായാലും പേടിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയൊരു ബിഷപ്പ് വരെ ഇതിൽ പെട്ടു എന്നാണ് പറയുന്നത്. എത്ര 15 ലക്ഷത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അതെ, അതായത് ഇവരെങ്ങനെ പറയാന്ന് വെച്ചാൽ നമ്മൾ വിളിക്കും, ഞാനിങ്ങനെ മുംബൈന്ന് എന്താ പറയാ NIA എന്നാണ് അല്ലെങ്കിൽ എന്താണ് വേറെ ഇതെന്നാണ് എന്ന് പറയും. എന്നിട്ട് പറയും നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട്, MDMA ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇതോടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണ്. ആ വേർഡ് തന്നെ എനിക്ക് കിട്ടുന്നില്ല, അത് അധികം വെക്കണ്ട. ഓക്കെ, നമ്മള് MDMA അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് സാധനങ്ങൾ. ഓക്കെ, സോ അതാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവര് പറയും നിങ്ങൾ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മളെ അറസ്റ്റ് ചെയ്യും, ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്യും, റൂമിന്റെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ. അപ്പൊ അവര് പിന്നെ പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക്
വെരിഫൈ ചെയ്യണം. അപ്പൊ ഈ ഒരു അക്കൗണ്ടിലോട്ട് അയച്ച് പിറ്റേ ദിവസം വൈകുന്നേരം തിരിച്ചയക്കാന്ന് പറയും. നമ്മളെന്താണ്, നമ്മളല്ല കോമൺ പീപ്പിൾസ് എന്താണ്, പേടിക്കും. അറസ്റ്റ് അല്ലെങ്കിൽ ഒരാള് കോട്ട് യൂണിഫോം ഒക്കെ ഇട്ട് വന്നിരിക്കുമ്പോ എന്തായാലും അവര് പേടിക്കും അല്ലെ. നോർമൽ പീപ്പിൾസ് ആണെങ്കിൽ എന്തായാലും പേടിക്കും, സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും പേടിക്കും, വയസ്സായവരൊക്കെ ആണെങ്കിൽ എന്തായാലും പേടിക്കും. അവരെന്ത് ചെയ്യും, ഈ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്ത പൈസയുടെയോ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, അത് പോയി. ഇതുപോലെ തന്നെ എംവിഡിന്റെ ചലാൻ മറ്റേ വാട്സപ്പില് PDF പോലെ വന്നിട്ട് അതുണ്ടായിരുന്നു ഒരു ടൈമിൽ. അതേപോലെ തന്നെ നമ്മുടെ APKs മാൽവേഴ്സ് ചലാന്റെ പേരിൽ ഒരുപാട് ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ പറഞ്ഞു പോവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതെ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പോ ഉള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഇതാക്കിയില്ല, എന്താണ് AI, അതേപോലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നോർമൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോലെ അല്ല, നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഈ ഒരു എന്താ ഹ്യൂമർ മീറ്റ് സെക്യൂരിറ്റി, അതെ അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മൾ പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്കും നമ്മളെന്താ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഊക്കി പറയുമ്പോ അത് പെട്ടെന്ന് മനസ്സിലാവും. അതെ അതെ, അതല്ല, നമ്മളൊരു കാര്യം നോക്കണം. മീൻസ് ഇതിലിപ്പോ എല്ലാ കാര്യത്തിലും എക്സ്പീരിയൻസ് ആയ ഒറ്റ ഒരാളേ ഉള്ളൂ, ഷമ്മാസ് എന്ന് വെച്ചാൽ എല്ലാത്തിലും അവന് കിട്ടിയിട്ടുണ്ട്, എല്ലാത്തിലും പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പോഡ്കാസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോ എടാ പിന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് മറ്റേ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തായിരുന്നു. അതെ, പക്ഷേ അല്ലേ ആ ഡിജിറ്റൽ അറസ്റ്റിന്റെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് ഇല്ല, ആ ഒരു ചെക്കൻ്റെ, അത് ആക്ച്വലി നമ്മൾ കേരള പോലീസ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാം അവനെ, പക്ഷെ അവന്റെ പേര് ഞാൻ മറന്നു. വെരി ഗുഡ്, എനിക്കറിയാം, മറന്നു. ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ അവൻ ഓക്കെ. സോ എന്തായാലും നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വലിച്ച് നീട്ടണ്ട, നമുക്ക് ബോറടിക്കും, ഊക്കല് കൂടിയ നമുക്കത് പ്രശ്നമാണ്, നല്ല പ്രശ്നമാണ്. ഒരു ഫ്ലോയിൽ പോയ ഷമ്മാസിന് പ്രശ്നമാണ്. ഷമ്മാസ് നമുക്ക് ഏറെ കയറ്റാം, സമയം കിട്ടും. എന്തായാലും നമുക്ക് പോഡ്കാസ്റ്റ് വേറെ ഹ്യൂമർ മീറ്റ് സെക്യൂരിറ്റി തന്നെ അല്ലേ? നിങ്ങൾ അടങ്ങ്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള ഗേൾഫ്രണ്ടിന്റെ ഹാക്കിംഗ്, അങ്ങനല്ല, ഗേൾഫ്രണ്ടിന്റെ ഇൻസ്റ്റാ ഹാക്കിംഗ് മെസ്സേജസ്. ഓക്കെ, ഇനി ആരും ഇൻസ്റ്റയിൽ ഞങ്ങൾക്ക് നല്ലൊരു അയക്കണ്ട. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറഞ്ഞ AI സ്കാംസ്, ഡിജിറ്റൽ അറസ്റ്റ്, ATM ഫ്രോഡ്സ് തന്നെ 2 പറഞ്ഞു, ഒരുപാടെണ്ണം പറഞ്ഞു. നമ്മളിപ്പോ ഇനി ഒരുപാടെണ്ണം പറഞ്ഞു പോയി എന്നത് തീരുമാനം. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറയുമ്പോ ഒരു സമുദ്രമാണ്, ഒരു കടലാണ്. അതിലേക്ക് നമ്മളങ്ങ് ഇറങ്ങി ചെന്നാ പിന്നെ കയറാനും പറ്റില്ല, താന്ന് പോകുമ്പോ മുങ്ങി ചാവുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി. യാ, മറ്റേ ജാവ സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സാധനം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടാണ് ഞാൻ മെച്ചപ്പെട്ടിട്ടുള്ളത്. ഞാനിപ്പോ വേറെ ഏത് ഫീൽഡിൽ പോയാലും റിഗ്രറ്റ് ചെയ്യൂല. പക്ഷെ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ബോധം അവന് വേണം, ഒരു മാപ്പ് അവന് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ അവൻ എവിടെയാണോ മുങ്ങിയത് അവിടെ മുങ്ങി ചാവേ ഉള്ളൂ. അതാ ഇന്നെന്തായാലും നമുക്ക് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ റൂം നമ്പർ 404 നമ്മളിവിടെ ഒരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കോമഡിയിലൂടെ സൈബർ സെക്യൂരിറ്റി നിങ്ങളിലോട്ട് എത്തിക്കാൻ നോക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു ടാറ്റ പറഞ്ഞു. ബൈ. 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 ശരി.